Hello everyone, so Jude and Sita back here with yet another video. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അൽ ജിന്നാൻ എന്ന് പറഞ്ഞൊരു നഴ്സറിയിലാണ് സീബിലുള്ള. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലക്കിലി ഒരു മലയാളി സ്റ്റാഫിനെയാണ് കിട്ടിയത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഹാപ്പി ആയി, കാരണം നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുമല്ലോ പറഞ്ഞത്, എസ്പെഷ്യലി എനിക്ക്. ജൂഡിന് പിന്നെ അറബി അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന. നാട്ടിലെവിടെയാണ്? ഞാൻ കൊല്ലത്താ? എത്ര വർഷമായി ഇവിടെ? ഞാനിവിടെ 4 വർഷം കഴിഞ്ഞു. 4 വർഷമായി. നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ? ഞങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് ഇത് മെയിൻ ബ്രാഞ്ച്. പിന്നെ നമുക്കൊരു ഷോപ്പ് മോൾ ഓഫ് വുമാനിന്റെ അകത്തുണ്ട്. ലെവൽ 1 നിയർ റിട്ടാഗ്ഡ് ഏരിയ. നമ്മളവിടെ ഫ്ലവർ ബൊക്കെ, ഗിഫ്റ്റ് റാപ്പിംഗ്, അങ്ങനെയുള്ള ഐറ്റംസ്, അറേഞ്ച്മെന്റ്സ്, ഇങ്ങനെയുള്ള പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ടെററിയം പോലുള്ള കുറച്ച് കൂടുതൽ ഡിസൈൻസ്, ചോക്ലേറ്റ്സിന്റെ ഡിസൈൻസ് എല്ലാം നമ്മൾ അവിടെ ആഡ് ചെയ്തു. നിങ്ങൾ ഇവിടെ ഈ നഴ്സറിയിൽ ജോബായിട്ട് വന്നത് തന്നെയാണോ? ഞാൻ ഇവിടെ തന്നെ വന്നതാണ്. പിന്നെ എബോവ് 1 ഇയർ ഒമാൻ മോളിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നമുക്കൊരു ഫ്ലവറിന് കൂടുതൽ ഇത് വന്നപ്പോഴത്തേനും നമ്മൾ അവിടെ ഒരു 2 ഫിലിപ്പീനിയൻ സ്റ്റാഫിനെ ആഡ് ചെയ്തു. ഓ ശരി, ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് ഈ എന്തൊക്കെ ഇതിപ്പോ ആക്ച്വലി ഈ ഒരു സെറ്റപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത്. ഷോപ്പ് 30 ഇയേഴ്സ് ആയിട്ട് ഒമാനി ഷോപ്പാണ്, ഓൺഡ് ബൈ ഒമാനിയാണ്. 30 ഇയേഴ്സ് ആയിട്ട് ജിന്നാൻ എന്ന് പറയുന്ന ഷോപ്പ് നമുക്കുണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റഡ് ടു ഇൻഡോർ പ്ലാന്റ്സ്. ഓക്കെ. പുറത്തുള്ളത് എല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. പുറത്ത് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഡിഫറെന്റ് കൺട്രീസിൽ നമ്മൾ ഷിപ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നിയർ ബൈ ഷോപ്സിനെല്ലാം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഐറ്റംസ് കൊടുക്കും. പിന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് പ്രോജക്ട്സ്, മെയിൻ്റനൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് വർക്ക് ചെയ്ത് പ്രോപ്പർ ടീം ഉണ്ട് നമുക്ക് വീക്ക്ലി വൺസ്. വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവും, ഒരു അപ്രോക്സിമേറ്റ് നമ്പർ? ഒരുപാടുണ്ട്. ഒരുപാട് കാണുമ്പോൾ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സാധാരണ നോർമൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് തൊട്ട് ഒരു പ്ലാന്റിന് മാത്രം 1 ലക്ഷം രൂപ വിലയൊക്കെ വരുന്ന 500 റിയാലിന് എബോവ് പ്രൈസ് വരുന്ന ഇൻഡോർ പ്ലാന്റ്സ്, പിന്നെ എബോവ് 1000 റിയാൽ തൊട്ട് അണ്ടിൽ 5000 റിയാൽ വരെ വരുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സ് ഇതെല്ലാം നമുക്കുണ്ട്. എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ഓപ്ഷൻസ് ആണ്. അത് ശരി. അപ്പൊ ഏത് ടൈപ്പ് പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. വീട്ടിലെ ആവശ്യം മാത്രമല്ല, റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും ഒക്കെ വെക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സ്, നമ്മുടെ പ്രോജക്ട്സ്, പിന്നെ വലിയ വലിയ കമ്പനികളിൽ അവരുടെ മെയിൻ്റനൻസും അവരുടെ പ്രോജക്ട്സിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ അവർ നമ്മളുമായിട്ട് നല്ലൊരു 50-50 എന്നുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ പ്ലാൻസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ രീതിയിലും. പിന്നെ നല്ല മിനിസ്ട്രി വർക്ക്സ് ഉണ്ട്. ഓൾറെഡി നല്ല കസ്റ്റമർ ബേസ് ഉണ്ട്. ഇത് ഓർക്കിഡ് ആണോ? നമ്മുടെ നാട്ടിൽ ഓർക്കിഡ് ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളിതൊരു പ്രോപ്പർ ഇൻഡോർ മെയിൻറ്റെയിൻ ചെയ്ത്. ഇത് പ്ലാന്റ് ആണ് ആക്ച്വലി. ഇത് നമ്മുടെ കോഫി പ്ലാന്റ് ആണ്, നമ്മുടെ നാട്ടിലെ കാപ്പിച്ചെടി. കാപ്പിച്ചെടി. ഇത് ഇൻഡോർ ആയിട്ട് എങ്ങനെ നമ്മള്? ഇത് ഇവിടുത്തെ ഇൻഡോർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു നിയർ വിൻഡോ സൈഡ്, ബ്രൈറ്റ് ലൈറ്റഡ് ഏരിയ, അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് നമുക്ക് അതിൽ നിന്ന് നല്ലൊരു എഫക്ട് കിട്ടുന്നതാണ്. പ്ലാന്റ് നല്ല മെയിൻറ്റെയിൻ ചെയ്യാം, ഹെൽത്തി ആയിട്ട്. കോഫി ബീൻസ് വരുന്നതാണോ പറയണത്? കുഴപ്പമില്ല. ശരി. അപ്പൊ ഇത് നമ്മൾ പോട്ടൊക്കെ മാറ്റേണ്ടി വരുമോ? പോട്ട് നമ്മൾ കാലക്രമേണ അനുസരിച്ച് 6 മന്ത്സോ 1 ഇയർ ബിഗർ ആവുന്നതനുസരിച്ച് പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ പോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ ആന്തൂറിയാണോ? നാട്ടിൽ നിന്ന് നോർമൽ ആന്തൂറിയാണ്. പക്ഷേ കളറ് വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും. ഹോളൻഡിന്റെ പ്ലാന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കളേഴ്സ്. ഇത് നമ്മളൊരു വീക്കിലി വൺസ് 10 ഡേയ്സ് വൺസിൽ വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് പ്രോപ്പറായിട്ട് ഒരുപാട് മലയാളികൾ ഇവിടെ വന്നിട്ട് പറയുന്നത് ചെടി വാച്ചുകൊണ്ട് പരിശോധന ഡെഡ് സ്റ്റോപ്പ് ഒരുപാട് വരുന്നു. പ്രോപ്പർ മെയിൻ്റനൻസ്, വാട്ടർ നമ്മൾ ഇതൊന്നും നോക്കാതെ ആഴ്ചയിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെഡ് ആയിപ്പോകും. അതിന് വേണ്ടപ്പോ എപ്പോഴാന്ന് മനസ്സിലാക്കി ഒരു 7 ഡേയ്സോ 10 ഡേയ്സോ ഇങ്ങനെയൊക്കെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ്സ് ആണല്ലേ? ഇത് സ്നേക്ക് പ്ലാന്റ് ഫാമിലി വരുന്ന സെൻസവേര ഫാമിലിയാണ്. ഈ ഒരു ടൈപ്പേ ഉള്ളൂ സ്നേക്ക്? നമുക്കിപ്പോ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് വരും. ബൈ ദ ലെങ്ത് അനുസരിച്ച് പ്രൈസ് ഡിഫറെന്റ് പ്രൈസസ് വരും. ഇപ്പം ഇതൊക്കെ നോർമൽ ബെഡ്റൂം പ്ലാന്റ്സ് ഒക്കെ കണ്ടിന്യൂസ് ഓക്സിജൻ പ്രൊഡ്യൂസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഓപ്ഷൻസിൽ മെയിൻ ആണ് സെൻസവേര. അതോടൊപ്പം തന്നെ ഈ ഫ്ലവർ, പീസ് ലില്ലി, ഇതൊക്കെ ഓക്സിജൻ ആയിട്ട് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെഡ്റൂം പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെക്കുന്നത്. ഇത് ആസ്പെരാക്സ് ഡെക്കറേഷൻ ഫാമിലിയാണ്. നമ്മുടെ നാട്ടിലെ ഫ്ലവർ ബൊക്കെക്കകത്തൊക്കെ ആഡ് ചെയ്യും.
ഒരു ഇതാണ് ഒരു റെഡ് കളർ അല്ലേ ഇതിന്റെ ബാക്കില്, അതാണോ? അല്ല അതല്ല, ഇത് ഡിഫറെന്റ് കളേഴ്സ് വരും. വൈറ്റ് കളർ, ഷെയ്ഡഡ് കളർ, ഷെയ്ഡഡ് പിങ്ക്, അങ്ങനെയൊക്കെ റബ്ബർ പ്ലാന്റ് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു ഫാമിലി. പക്ഷെ ഇതൊക്കെ ഔട്ട്ഡോർ അല്ലേ? ഇത് നോർമൽ നമുക്ക് ഇവിടെ ഈ ടെമ്പറേച്ചറിൽ നമുക്ക് ഇതെല്ലാം ഔട്ട്ഡോർ ആയിട്ട് ട്രൈ ചെയ്യാം. പക്ഷേ ഒരു ജൂൺ ജൂലൈ വരുമ്പോൾ 40 ഡിഗ്രി ഒക്കെ വരുമ്പോഴത്തേന് അതൊരു വലിയൊരു വിഷയവും, പ്ലാന്റ്സ് ഒരുപാട് ഡാമേജ് കാണിക്കും. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്താണ് ഇതെല്ലാം ഇൻഡോർ ആയിട്ട് ഇവിടെ. ഈ പോട്ട്സ് ഒക്കെ എങ്ങനെയാ? ഇതൊക്കെ സെയിൽസ് ആണ്, എല്ലാം ഫൈബർ മെറ്റീരിയൽസ് ആണ്. ഫൈബർ മെറ്റീരിയൽസ് വരുമ്പോൾ ഇച്ചിരി പ്രൈസ് ഇച്ചിരി പ്രീമിയം ലെവലാണ്. കസ്റ്റമേഴ്സ് 5 സ്റ്റാർ ഹോട്ടൽ, ഇൻഡോർ മിനിസ്ട്രീസ് ഇങ്ങനെയൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അവരൊക്കെ ഫൈബർ ചോദിക്കുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് പ്ലാന്റ് നട്ട് റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവച്ചു. ഇത് മണി പ്ലാന്റ് അല്ലേ? നമ്മുടെ നോർമൽ മണി, ഇത് എപ്പി പ്രീമിയം ഫാമിലിയാണ് മൊത്തം മണി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ നോർമൽ മണി പ്ലാന്റ്, നാട്ടിലെ ഗോൾഡൻ പോത്തൂസ്, സിൽവർ പേഴ്സസ്, സിൽവർ പോത്തൂസ്, മാർബിൾ പോത്തൂസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത് കയർ സ്റ്റിക്സ് അവര് നമുക്കത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഇത് അവിടെ ഇരിക്കുന്നൊക്കെ എനിക്ക് വേറെ ടൈപ്പാണ്. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രീൻ വരുമ്പോഴത്തേനും അത് വേറെ പ്രീമിയം ഫാമിലി ആവും. ഞാനിപ്പോ വേറൊരു വെറൈറ്റിയാണ്. ഇതും അത് സെയിം തന്നെ. ഇത് നമ്മുടെ ഗോൾഡൻ പോത്തൂസ്, നമ്മുടെ നോർമൽ നാട്ടിലൊക്കെയുള്ള മണി പ്ലാന്റ് എന്ന് പറഞ്ഞു നമുക്ക് നാട്ടിൽ കിട്ടുന്നത്. സെറ്റ് ചെയ്തേക്കുന്ന ഭയങ്കര രസമുണ്ട് അല്ലേ ഇത് കാണാനായിട്ട്? നോക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് മണി പ്ലാന്റ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അതിനകത്ത് തന്നെ കുറെ പോട്ട്സ് സെക്ഷൻ മൊത്തം അങ്ങനെ വെച്ചത്. അതെ, ഇതൊക്കെ എത്ര വരുന്നത്? വലിപ്പം അനുസരിച്ച് അങ്ങനെ വരും. ഷെഫ്ലെയർ അറബിക്ക എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ്സ് ആണ്. നമ്മുടെ ഒരു നാട്ടിലെ ക്രോട്ടോൺ ഒക്കെ ആയിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മുടെ നല്ല പഞ്ഞി മരത്തിന്റെ ആ ലീഫ് പോലെ ലീഫ് ഇതേപോലെ വരും. പക്ഷേ നമ്മുടെ ഒരു അണ്ടർ ഷെയ്ഡഡ് ഏരിയ, പിന്നെ ഒരു ഇച്ചിരി നല്ല ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഏരിയാസിൽ നമുക്ക് ഇത് ട്രൈ ചെയ്യാം. പിന്നെ വെരി സ്ട്രോങ് ആണ്. ഈ മസ്ക ടെമ്പറേച്ചറിനും കാര്യത്തിനും എല്ലാം നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആഴ്ചയിൽ ഒരിക്കലോ 10 ഡേയ്സിൽ ഒരിക്കലോ ഒക്കെ വെള്ളമൊക്കെ കൊടുത്ത് നോർമൽ വിത്തൗട്ട് AC ഒക്കെ ഇൻഡോർ നമുക്ക് ട്രൈ ചെയ്യാം. പ്ലാന്റ് സ്ട്രോങ് ആണ്. ഇത് നോർമലി നമ്മുടെ ബയോളജിക്കൽ നെയിം എന്ന് പറയുന്ന പീലിയാണ്. പിന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ചൈനീസ് മണി പ്ലാന്റ് എന്നൊക്കെ പറയും. ചൈനീസ് മണി പ്ലാന്റ് കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മ ഒരു തണ്ടോ ഒരു ഇലയോ വെച്ചിട്ട് പുതിയൊരു പ്ലാന്റ്സ് ആയി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഈസി ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് യൂക്ക പ്ലാന്റ്, യൂക്ക എന്ന് പറയും. നമുക്കിതൊരു ഷെയ്ഡഡ് ഏരിയ, നമ്മുടെ സമ്മർ ടൈമിൽ വരെ നമുക്കൊരു ഔട്ട്ഡോർ ഷെയ്ഡഡ് ഏരിയയിലോ നമുക്ക് ട്രൈ ആവുന്നതാണ്. 35 ഡിഗ്രി 40 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഈ പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് കുറച്ചുകൂടി ഗ്രോ ആയിട്ട് ഒരു ഷെയ്ഡി ട്രീ ആയിട്ട് നല്ല ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഒരു 2 മീറ്റർ 2.5 മീറ്റർ ഒക്കെ നല്ല ലെങ്ത് കയറി നല്ല ബുഷി ആകുന്ന ഐറ്റംസ്. ഇത് കണ്ടോ, ഇത് വാഴയില പോലെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ചേട്ടനോട് ചോദിച്ചാൽ അറിയാം ഇത് എന്ത് പ്ലാന്റ് ആണ്, എന്തിനാ യൂസ് ചെയ്യണം, ഔട്ട്ഡോർ ആണോ ഇൻഡോർ പ്ലാന്റ് ആണോ? നോർമലി നമ്മളിപ്പോ ഇൻഡോർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ സീസണൽ ടൈം എന്ന് പറയുന്ന ഈ വിന്റർ ടൈമിൽ നമുക്ക് ഇതെല്ലാം ഒരു നോർമൽ ആയിട്ട് യൂസ് ചെയ്യാം. ഇൻഡോർ ഔട്ട്ഡോർ ഷെയ്ഡഡ് ഏരിയ. പക്ഷേ സമ്മർ ടൈമിൽ നമ്മൾ പ്രോപ്പർ ഇൻഡോർ ആയിട്ട് വെക്കണം. പർപ്പസ് എന്താ ശരിക്കും? എന്താ ഇത്? ശരിക്കും നമ്മുടെ നോർമൽ ഇൻഡോർ പ്ലാന്റ് ആണിത്. പിന്നെ സ്റ്റെറിലൈസിയ എന്ന് പറഞ്ഞിട്ടൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ കോമൺ പ്ലാന്റ്സ് ആയിട്ട് റോഡില് സൈഡില് ലാൻഡ്സ്കേപ്പിലെല്ലാം ഇപ്പൊ ഒരുപാട് പേര് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വാഴയിലേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ഉണ്ട്. സ്ട്രോങ് ആണ്. അതേ ഷേപ്പ് തന്നെ. ഇത് നമ്മുടെ എച്ചിവേര ഫാമിലി എന്ന് പറയും. നോർമലായിട്ട് ആൾക്കാരെ സെക്കുലൻസ് എന്നൊക്കെ പറയുന്ന ആ പ്ലാന്റ്സ് ആണ് അത്. പിന്നെ ബാക്കിയുള്ളത് ഡിഫറെന്റ് ഷേപ്സ് ഓഫ് കാക്ടസ് ആണ്. കാക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ മെയിൻ്റെനൻസ് ആണ്. നമുക്കൊരു മന്ത്ലി വൺസിലൊക്കെ വാട്ടർ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കാക്ടസ്. കാക്ടസ് ഫാമിലിയിൽപ്പെട്ട എല്ലാ പ്ലാന്റ്സിലും നമ്മൾ നോർമലി 3 വീക്ക് 4 വീക്കാണ്
നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത് മൊത്തം കൊടുക്കുന്നത്. ബാക്കിയുള്ളത് ഇതെല്ലാം എച്ചിവേര സെക്കുലൻസ് ഫാമിലിയാണ്. സ്മോള് ബിഗ് എല്ലാം പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. സെക്കുലൻസ് ആണ്. എല്ലാം സെക്കുലൻസ് ഫാമിലിയാണ്. എച്ചിവേര എന്നുള്ളൊരു ബയോളജിക്കൽ നെയിമാണ്. എല്ലാം സെക്കുലൻസ് ആയിട്ട് നോർമലാണ്. Neon hums like a subtle thrill. Shadows dance on the windowsill. Concrete dreams in the glow collide. Breathe it in, let the waves decide. ഇതൊക്കെ എന്താ ഈ കണ്ടെയ്നേഴ്സിൽ വെച്ചാ? ഇത് ഡെക്കറേഷൻ സ്റ്റോൺസ് ആണ്. നമ്മൾ ഈ ടെററിയം ഒക്കെ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അടിയിൽ ഡിസൈൻ ആയിട്ട് ലെയർ ആയിട്ട് ഡിസൈൻ ആയിട്ട് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറെന്റ് കളേഴ്സ് ഓഫ് സ്റ്റോൺസ് ആണ്. പെയിന്റഡ് സ്റ്റോൺസ് ആണ്. പെയിന്റ് ചെയ്തേക്കുന്നല്ലേ? നാച്ചുറൽ സ്റ്റോൺസ് അല്ല, പെയിന്റഡ് സ്റ്റോൺസ് ആണ്. ഓക്കെ. Loose-lipped poets on cobbled ground. Every word a kaleidoscope sound. We're chasing night lights in the city. Spinning wild dreams out of pity. Every heart beats a brand new song. Time feels right, the world's not wrong. സോ ഞങ്ങൾ ഇവിടെ ഒരു ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലാന്റ് കെട്ടിത്തരിച്ചിരിക്കുകയാണ്. വെറും 5000 OMR ഉള്ളൂ ഈ പ്ലാന്റിന്. ഇതിന്റെ പ്രത്യേകതയെ കുറിച്ചൊന്ന് പറയാമോ? ഇത് നമ്മുടെ ഫൈക്കസ് ബോൺസായി എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ആണ് ഐറ്റം. ഓക്കെ. നമ്മളൊരു കണ്ടെയ്നർ വാങ്ങിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏജ് ആണ് ഇതിന്റെ റേറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ അവർ നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 75 to 90 years ഓൾഡ് ആണ് ഇതിന്റെ വുഡിന് മൊത്തം. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് ഈ ഒരു റേറ്റ് വരുന്നത്. പ്രത്യേകിച്ച് ആൾക്കാർക്ക് 5000 എന്ന് കേൾക്കുമ്പോൾ ഒരു എന്താണ് ഈ 5000 റിയാലിന് ഇതിന് എന്തുണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. ഞങ്ങൾ തന്നെ കിട്ടി. ഇതിപ്പോ ഇവിടെ യുണീക്ക് ആണ്, ഇവിടെ വേറെ എവിടെയും കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് മസ്കറ്റിനകത്തൊരു യൂണീക്ക് ഐറ്റമായിട്ട് നമുക്ക് പറയാം. കാരണം നമ്മളിത് കണ്ടിട്ടില്ല. നമ്മുടെ ഷോപ്പിന്റെ ഓണേഴ്സ് ഉള്ള വാട്സപ്പ് ഗ്രൂപ്പില് എവിടെ നമ്മൾ ഇതുപോലൊരു ഐറ്റം നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇതിപ്പോ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇത് ഗ്രോ ചെയ്യോ ഫർദർ, അതോ അങ്ങനെ പോയി അങ്ങനെ? ഇല്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഗ്രോ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ 5 to 10 years വേണ്ടി വരും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്ന ഈ പിക്ചർ. അതെ, നമുക്കൊരു 1 year കൊണ്ട് ഇതിനൊരു ഗ്രോത്ത് ഉണ്ടായെന്ന് നമുക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റൂല. 5 to 10 years ആകുമ്പോഴത്തേനും അതിന്റെ വുഡിന്റെ വീതി കാര്യങ്ങളെല്ലാം കൂടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കുറച്ചും കൂടി ഇത് ആയി വരുന്നുണ്ടെന്നുള്ളത്. ഇതൊരു പ്രത്യേകത. ഇതും നല്ല ഇയർ ആണ്. ഒരു 60 years ഒക്കെയാണ് അവർ പറയുന്നത് കമ്പനി എന്നുള്ള ഡീറ്റെയിൽസ്. മെയ് മാസത്തിൽ നമുക്കൊരു വയലറ്റ് കളർ ഫ്ലവർ. ഇത് മെയ് ഫ്ലവർ ആണ്. അവര് അത് ഭംഗി കുടം പോലെ വന്നിട്ട് വിരിഞ്ഞേക്കുന്ന. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരുവിധം പ്ലാന്റ്സ് ഒക്കെ കണ്ടു, നിങ്ങൾക്കും കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ എന്താ പറയുക കുന്തിരിക്കത്തിന്റെ ട്രീ ആണ് ഇത്.
ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ കറയാണ് നമ്മൾ ഉണക്കി എടുക്കുമ്പോഴാണ് ഇത് കുന്തിരിക്കമായിട്ട് വരുന്നത്. ഇതിൽ ഇച്ചിരി ബിഗ് ആവും അല്ലെ? മരം നല്ല നല്ല വലുതാവത്തില്ല. നമ്മുടെ നല്ല മാവ് പോലെയൊക്കെ വലിയ തടിയാവുന്ന ഇതാണ്. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള കറ എടുത്തിട്ട് അതിന് താഴെ നമ്മൾ ബ്ലേഡ് പോലെ ചെയ്യുന്ന ഒമാനീസിന്റെ രീതിയുണ്ട്. ഇവരെ ചീന്തിയിട്ട് ഒലിച്ചിറങ്ങുന്ന കറ കീറിയെടുത്ത് പൊടിച്ചാണ് കുന്തിരിക്കം പോലെ വരുന്നത്. ഇതിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്, നഴ്സറിയുടെ വീഡിയോ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പ്ലാന്റ്സ് വേണമെങ്കിൽ ഇവിടെ വരിക. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇവിടെ ഒരു മലയാളി ചേട്ടനുണ്ട്, ആ ചേട്ടനോട് ചോദിക്കുക, ആ ചേട്ടൻ പറഞ്ഞു തരും. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ തോന്നും. ഞങ്ങൾ വാങ്ങിച്ചു 2-3 പ്ലാന്റ്സ്. അതെ, പിന്നെ എങ്ങനെ കെയർ ചെയ്യണം, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ കെയർ ചെയ്യണം ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചേട്ടൻ പറഞ്ഞു തരും. പേരെന്നായിരുന്നു? കെവിൻ. മിസ്റ്റർ കെവിനെ അന്വേഷിച്ചാൽ മതി. അൽ ജിനാനിൽ വന്നിട്ട് ഇൻ സീം. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, ബൈ ബൈ.